എല്ലാവരെയും പിതാവ് ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണം. സമസ്തവും ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലമാനുമത്വം അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം പരിശുദ്ധനായിരിക്കുന്ന എന്റെ പ്രിയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന പഠിപ്പിക്കാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ സുരേഷ് പാർശ്വത്തെ സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ, നീതിശാസ്ത്രം എന്ന പഠനത്തെ എന്ന വിഷയത്തെ ആസ്പദമാക്കി അതിനെ പഠിപ്പിക്കുന്ന കർത്താവിന്റെ ദാസനെ മിനിസ്ട്രിയുടെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് തുറന്നുള്ള സമയം വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചന പഠനവുമായി നമുക്ക് ഒരുമിച്ച് ഈ ക്ലാസ്സിൽ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം വലിയ കൃപ നൽകിയിരിക്കുകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചിരുന്നു, ഈ കാലഗണിതം എന്ന അല്ലെങ്കിൽ ക്രോണോളജി എന്ന ഈ ക്ലാസ് വളരെയധികം ശ്രദ്ധയോടെ പഠിക്കണമേ എന്ന് അപേക്ഷിച്ചിരുന്നു. വേദപഠിതാക്കൾക്ക് ഒരുപക്ഷെ ബൈബിൾ കോളേജുകളിൽ നിന്നൊന്നും ലഭിക്കാൻ കഴിയാത്തവണ്ണമുള്ള ചില അറിവുകൾ കർത്താവിൽ ആശ്രയിച്ച് പകരപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, പഠിതാക്കൾ, നാളെ ഈ ശബ്ദം കേൾക്കുന്ന കേൾവിക്കാർ വളരെ ശ്രദ്ധയോടെ ഇന്ന് മുതലുള്ള ഈ കാലഗണിതം തീരുന്നത് വരെയുള്ള ക്ലാസ്സുകൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുകയും നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയമോ ഒരു ചോദ്യമോ ഉരുത്തിരിഞ്ഞു വന്നാൽ അത് ചോദിച്ച് ആ സംശയ നിവാരണം വരുത്തി മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. കാലഗണിതം അല്ലെങ്കിൽ ക്രോണോളജി എന്ന വിഷയത്തിലേക്ക് നാം നേരിട്ട് കടക്കുകയാണ്. ഈ ബൈബിൾ കാലഗണന അത് പഴയ നിയമത്തിലേക്ക് ആദ്യം നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമ കാലഗണിതം വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. വളരെ സങ്കീർണമായ കാര്യമാണ് പഴയ നിയമത്തിലെ കാലഗണിതം എന്ന് പറയുന്നത്. ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ പഴയ നിയമത്തിലെ കാലക്കണക്കുകൾ ഗണിച്ചിരുന്നത് ബൈബിളിനകത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതുകൊണ്ട് അവ്യക്തമായ വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. ആർച്ച് ബിഷപ്പായിരുന്ന ജെയിംസ് ഉഷറും മറ്റും ബൈബിൾ കാലഗണനയുടെ അഗ്രഗണനായിരുന്ന ജെയിംസ് ഉഷറിനെ പോലെയുള്ള വ്യക്തികൾ ആ വിധത്തിലായിരുന്നു ഈ കാലഗണന നിർണയിച്ച് പോന്നിരുന്നു. ഈ ഒരു രീതിക്ക് രണ്ട് പോരായ്മകൾ ഉണ്ട്. ഒന്നാമതായി, ക്രമബദ്ധമായ രീതിയിൽ ഒരു കാലക്കണക്ക് അല്ലെങ്കിൽ ഒരു കാലം ഗണിക്കുന്നതിന് കണക്കാക്കുന്നതിന് മതിയായ വിവരണങ്ങൾ പുതിയ നിയമം നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ കാരണത്തിലെ ഒന്ന്. മാത്രമല്ല, ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പോലും അത് ക്രമാനുസരണമായിട്ടല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട് ഉള്ള അതിന്റെ പോരായ്മ എന്ന് പറയുന്നത്, പ്രാചീന വിവർത്തനങ്ങളായ ശമര്യൻ പഞ്ചഗ്രന്ഥവും സെപ്ത്വജിന്റും വ്യത്യസ്തങ്ങളായ കാലക്കണക്കുകളാണ് നൽകുന്നത്. ആദ്യത്തെ തർജ്ജമയാണ് എബ്രായ പഞ്ചഗ്രന്ഥത്തിന്റെ തർജ്ജമയാണ് ശമര്യൻ പഞ്ചഗ്രന്ഥം. ഈ ശമര്യൻ പഞ്ചഗ്രന്ഥവും സെപ്ത്വജിന്റും വ്യത്യസ്തങ്ങളായ കാലക്കണക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ കാലഗണന വളരെ സങ്കീർണമാണ് എന്ന് പറയുവാനുള്ള കാരണം. എന്നാൽ ആധുനിക പണ്ഡിതന്മാര് ബൈബിളിലെ രേഖകളോടൊപ്പം തന്നെ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് ലഭിച്ചതായ വസ്തുക്കളും മറ്റ് ചരിത്ര രേഖകളും ബൈബിൾ ചരിത്രത്തിന്റെ രചനയ്ക്ക് കരുക്കളായി സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം BC 620 മുതലുള്ള അല്ലെങ്കിൽ 620 മുതൽ സാമാന്യം കൃത്യമായ
വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വ്യക്തമായി. BC 620 മുതലുള്ള കാലഘട്ടം. എന്നാൽ BC 1400 മുമ്പുള്ള കാലക്കണക്കുകൾ നാം കണക്കാക്കുന്നത് മെസപ്പൊട്ടോമിയൻ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ശേഖരിച്ചാണ്. അത് പ്രധാനമായും അശൂര്യര് വർഷം തോറും ഒരു ഉദ്യോഗസ്ഥനെ, അശൂർ രാജാക്കന്മാർ ഓരോ വർഷത്തിലും ഒരു ഉദ്യോഗസ്ഥനെ ലിമ്മു എന്ന നാമത്തിൽ, ലിമ്മു എന്ന ഒരു ഔദ്യോഗിക പദവിയിൽ നിയമിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈ നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക വർഷത്തിന് അയാളുടെ പേരാണ് അവർ നൽകിയിരുന്നത്. അവർ ഈ പേരുകളുടെ പട്ടിക, ഈ ലിമ്മു എന്ന ഔദ്യോഗിക പദവി വഹിക്കുന്ന ആ വ്യക്തിയുടെ പേരുകളുടെ പട്ടിക ക്രമമായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ലിമ്മുവിന്റെ ഇതിലെ ഒരു വർഷം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ക്രമത്തിൽ വരുന്ന എല്ലാ വർഷങ്ങളെയും നമുക്ക് കണക്കാക്കാൻ കഴിയും. അതാണ് അതിന്റെ പ്രത്യേകത. അതിൽ ലിമ്മു ആയിരുന്ന ബൂർസാഗലെ എന്ന ലിമ്മുവിന്റെ വർഷം, ഓരോ വർഷത്തിലുമാണ് ഓരോ ഉദ്യോഗസ്ഥരെ ലിമ്മുമായി നിയമിക്കുന്നത്. ബൂർസാഗല എന്ന ലിമ്മുവിന്റെ വർഷത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ഒരു സൂര്യഗ്രഹണമായിരുന്നു. അത് BC 15/6/763 ഈ സൂര്യഗ്രഹണം ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ അടിസ്ഥാനമാക്കി വെച്ചുകൊണ്ട് BC 892 മുതൽ 648 വരെയുള്ള സംഭവങ്ങളുടെ കാലം കുറിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ബൈബിൾ ചരിത്രത്തിൽ വ്യക്തമായി ഈ കാലക്കണക്കുകൾ വ്യക്തമായി ഗണിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ പട്ടികകളോടൊപ്പം തന്നെ രാജാക്കന്മാരുടെ പേര് വിവരണങ്ങൾ, രാജാക്കന്മാരുടെ നാമങ്ങളുടെ വിവരണങ്ങളും ഉണ്ട് ഈ പട്ടികയുടെ കൂടെ. ഇവയിൽ നിന്ന് അശൂരിന്റെ ചരിത്രം BC 2000 മുതലുള്ള വർഷങ്ങളെ ശതവർഷത്തിന്റെ, അതായത് 100 വർഷത്തിന്റെ വ്യത്യാസത്തിലും BC 1400 മുതൽ 1100 വരെയുള്ള കാലത്തെ ദശവർഷങ്ങളുടെ അല്ലെങ്കിൽ 10 വർഷങ്ങളുടെ വ്യത്യാസത്തിലും നമുക്ക് കണക്ക് കൂട്ടിയെടുക്കുക കഴിയും. അശൂരിന്റെ ചരിത്രം BC 2000 മുതലുള്ളത് ഏകദേശം ഒരു 100 വർഷത്തിന്റെ വ്യത്യാസത്തിലും BC 1400 മുതൽ 1100 വരെയുള്ള 300 വർഷത്തെ ചരിത്രം ഏകദേശം ഒരു 10 വർഷത്തിന്റെ വ്യത്യാസത്തിൽ വ്യക്തമായി കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയും. എന്നാൽ BC 1200 മുമ്പ് ഏകദേശം 1100 വരെയുള്ള കാലം ഈജിപ്തിലെ രേഖകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അത് ലഭ്യമാണ്, ഈജിപ്ഷ്യൻ രേഖകളിൽ നിന്നും ഉണ്ട്. എന്നാൽ BC 3000-നും 2000-നും ഇടയ്ക്കുള്ള കാലക്കണക്കുകൾ വളരെ അവ്യക്തമാണ്. ബൈബിളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കണക്ക് കൂട്ടിയെടുക്കുവാൻ കഴിയാതെ വണ്ണം അവ്യക്തമാണ്. ഏകദേശം 200 വർഷങ്ങളുടെയെങ്കിലും വ്യത്യാസം വരും ആ കണക്കുകൾ. എന്നാൽ BC 3000-ന് മുമ്പുള്ള കാലക്കണക്കുകൾ വെറും ഏകദേശ കണക്കുകളാണ്. അവയിൽ പല നൂറ്റാണ്ടുകളുടെ വ്യത്യാസം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അതിൽ പല നൂറ്റാണ്ടിന് വ്യത്യാസം വരും. 3000-ന് മുമ്പ്, BC 3000-ന് മുമ്പുള്ള കാലക്കണക്ക് ഒട്ടും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട് ലഭിച്ചിട്ടില്ല ഒരു രേഖകളിൽ നിന്നും. മെസപ്പൊട്ടാമിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് ബൈബിൾ നാടുകളുടെ ചരിത്രം രൂപപ്പെടുന്നത്. അത് മനസ്സിലാക്കണം. എബ്രായ രാജാക്കന്മാരുടെ ചരിത്രം അശൂര്യ, ബാബിലോണിയ ചരിത്രങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. നമുക്കത് ബൈബിൾ പഴയ നിയമ പഠനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഏകദേശം ശലോമോന്റെ കാലം മുതലുള്ള ചരിത്രം ഗണിക്കുമ്പോൾ 10 വർഷത്തെ വ്യത്യാസം ഏകദേശം സ്വാഭാവികമായി വരുന്നുണ്ട്. ഈ കാലക്കണക്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം രാജാക്കന്മാരുടെ സാമന്തര പട്ടിക, ആ സമാന്തര പട്ടികയിൽ കാണുന്ന വിടവുകൾ, അതിൽ ചില പോരായ്മകൾ ഉണ്ടാകാം എഴുത്തിൽ. രണ്ടാമത്തെ പോരായ്മ രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലം കണക്കാക്കുന്ന പ്രത്യേകതകളാണ്. രാജാക്കന്മാരുടെ കാലം പഴയ കാലത്ത് ചരിത്രരേഖകളെ കുറിക്കുമ്പോൾ ചില പ്രത്യേക രീതിയിലായിരുന്നു കുറിക്കാറുണ്ടായിരുന്നത്. ആ ഒരു കാലഗണന, ആ വ്യവസ്ഥ അനുസരിച്ച് ഒരു രാജാവ് മരിക്കുമ്പോൾ ആ മരിക്കുന്ന വർഷത്തിന്റെ ശേഷിച്ച കാലം മരിച്ച രാജാവിന്റെ കാലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അടുത്ത രാജാവിന്റെ വർഷം കണക്കാക്കുന്നത് പുതിയ വർഷം തൊട്ടാണ്. അപ്പോൾ ചില മാസങ്ങളുടെ വ്യത്യാസം ഈ രാജാക്കന്മാരുടെ ചരിത്ര രേഖകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. മറ്റൊരു വ്യവസ്ഥ അനുസരിച്ച് ഒരു രാജാവ് രാജ്യഭാരം ഏൽക്കുന്ന വർഷമാണ് ഒന്നാമത്തെ വർഷമായിട്ട് കണക്കാക്കുന്നത്. ഒരു രാജാവ് 30 വർഷം രാജ്യം ഭരിച്ചു എന്ന് പറയുമ്പോൾ ഈ 2 രീതിയിൽ കണക്കാക്കാറുണ്ട്. ഒന്ന്, രാജ്യഭാരം ഏൽക്കുന്ന വർഷം ഒന്നാം വർഷമായി കണക്കാക്കുന്ന രീതിയുണ്ട്. മുൻ രാജാവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ആ മരണപ്പെട്ട രാജാവിന്റെ ആ വർഷത്തെ ശേഷമുള്ള സമയം, മാസങ്ങൾ മരിച്ചുപോയ രാജാവിന്റെ പേരിൽ കൂട്ടുകയും പുതുവർഷത്തിന്റെ 1-ാം ദിവസം 1-ാം വർഷമായി പുതിയ രാജാവിന്റെ പേരിൽ കൂട്ടുകയും ചെയ്യും. അങ്ങനെ 2 രീതിയിൽ ചരിത്രത്തിൽ അശൂരിയയിലും അതുപോലെ തന്നെ മെസപ്പൊട്ടാമിയയിലും ഒക്കെയുള്ള ചരിത്രത്തിൽ, ഈജിപ്ഷ്യൻ ചരിത്രത്തിലും ഒക്കെ ഈ ഒരു വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് സൃഷ്ടി മുതൽ പ്രളയം വരെയുള്ള ആ ഒരു ചരിത്ര കാലഗണനയിലേക്ക് നമുക്കൊന്ന് പോയാൽ, സൃഷ്ടി ആദിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദാം മുതൽ അബ്രഹാം വരെയുള്ള കാലത്തിനിടയ്ക്കുള്ള വംശാവലി കൊടുത്തിട്ടുണ്ട്. ആദാം മുതൽ അബ്രഹാം വരെയുള്ള കാലത്തിനിടയ്ക്കുള്ള വംശാവലി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നാം വിശദമായിട്ട് പോകും. അതിനിടയ്ക്കുള്ള ഒരു മഹാസംഭവമാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. അബ്രഹാമിന്റെ കാലം BC 2000 ആണെങ്കിൽ ജലപ്രളയം BC 2300 എന്ന് വരും കണക്കിൽ. എന്നാൽ സൃഷ്ടി മുതൽ ജലപ്രളയം വരെയുള്ള കാലഗണനത്തിന് ഉൽപ്പത്തി 5 നൽകിയിട്ടുള്ള പിതാക്കന്മാരുടെ വംശാവലി, ഉൽപ്പത്തി പുസ്തകം 5 ആ വംശാവലി ഉള്ളത്. ഈ പിതാക്കന്മാരുടെ വംശാവലി പട്ടിക ആണ് നമുക്ക് ആധാരമായിട്ട് ഉള്ളത്. എന്നാൽ വളരെ കൃത്യമായ ഒരു കാലം കണക്കാക്കുവാൻ അത് സഹായകരമല്ല. കാരണം ഈ വംശാവലി പട്ടികയിൽ എല്ലാം ഉൾപ്പെട്ടിട്ടില്ല. മാത്രമല്ല, മസററ്റിക് പാഠം അനുസരിച്ച് ആദാം മുതൽ പ്രളയം വരെ 1655 വർഷവും, ശമരിയൻ പഞ്ചഗ്രന്ഥം അനുസരിച്ച് 1307 വർഷവും, സെപ്റ്റോജന്റിന്റെ പാഠം അനുസരിച്ച് 2242 വർഷവുമാണ് വ്യത്യാസം. അളവ്, വർഷങ്ങളുടെ സംഖ്യ, അതിൽ വലിയ അന്തരം കാണുന്നു. നമുക്ക് ആ 5-ാം അധ്യായം ശ്രദ്ധിക്കുമ്പോൾ യാരേദ്, മെഥൂശലഹ്, ലാമക്ക്, ഈ 3 പേരൊഴികെ മറ്റുള്ളവരുടെ ആയുഷ്കാലം ആ മസറട്ടിക് പാഠത്തിൽ അല്ലെങ്കിൽ എബ്രായ പാഠത്തില്, ശബരൻ പാഠത്തിലും ഒരുപോലെയാണ്. എന്നാൽ മസറട്ടിക് പാഠത്തിൽ യാരേദിന് 100 വർഷവും അല്ലെങ്കിൽ അതുപോലെ മധുശലഹന് 120 വർഷവും ലാമേക്കിന് 129 വർഷവും കൂടുതലാണ് കാണുന്നത്. ഈ 3 രേഖകളിൽ, എബ്രായ രേഖ, അതുപോലെ തന്നെ സെപ്റ്റോജന്റ് രേഖയിലും ശമരിയൻ പഞ്ചഗ്രന്ഥത്തിലുള്ള ആ വർഷങ്ങളുടെ വ്യത്യാസത്തിൽ വലിയ അന്തരമാണ് ഉള്ളത്. ആദാം മുതൽ മെഥൂശലഹ വരെയുള്ള 8 പിതാക്കന്മാർക്ക് ശമരിയൻ പഞ്ചഗ്രന്ഥങ്ങളിൽ ഉള്ളതിനേക്കാൾ 100 വർഷം വീതം സെപ്റ്റുവജന്റിൽ കൂടുതലാണ്. സെപ്റ്റുവജന്റിനെ കുറിച്ചൊക്കെ നാം നേരത്തെ പഠിച്ചു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കും. ഈ സെപ്റ്റുവജന്റ് വളരെ കൃത്യമായി ആയിരിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. സെപ്റ്റുവജന്റിൽ 100 വർഷം വീതം ഓരോരുത്തർക്കും 8 പിതാക്കന്മാർക്കും കൂടുതലാണ് കാണുന്നത്. ലാമേക്കിന് 135 വർഷം കൂടുതലാണ് സെപ്റ്റുവജന്റിൽ കാണുന്നത്. എന്നാൽ ആദാം മുതൽ നോഹ വരെയുള്ള
പിതാക്കന്മാരുടെ ആയുഷ്കാലം 3 ഗ്രന്ഥങ്ങളിലും കാണുന്നത് ഒരു പട്ടിക പോലെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇത് കാണാം. അത് എടുത്ത് പഠിക്കുന്നത് നന്നായിരിക്കും. ആദാം മുതൽ നോഹ വരെയുള്ള പിതാക്കന്മാരുടെ ആയുഷ്കാലം ഈ 3 ഗ്രന്ഥങ്ങളിലും എബ്രായ, സെപ്റ്റോജന്റ്, ശമര്യൻ പഞ്ചഗ്രന്ഥത്തില് കാണുന്ന ഒരു വ്യത്യാസം. അത് പട്ടികയായി നാം എടുത്താൽ ഈ പിതാക്കന്മാർക്ക്, ആദാം മുതൽ നോഹ വരെയുള്ള പിതാക്കന്മാരുടെ അവർ അനന്തരഗാമി അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന പ്രായം നമുക്ക് ആദ്യം വന്ന് കാണും. അത് ആദാമിന് 130 വയസ്സായപ്പോഴാണ് മകൻ ജനിക്കുന്നത് അല്ലെങ്കിൽ ഒരു അനന്തരഗാമി ഉണ്ടാകുന്നതെന്നാണ് എബ്രായ പാഠം അത് ഉൽപ്പത്തി 5:3 കാണുന്നു. എന്നാൽ സെപ്റ്റോജന്റിൽ 230 വയസ്സായപ്പോഴാണ്. അതേസമയം തന്നെ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 130 വർഷം തന്നെയാണ് എബ്രായ പാഠം പോലെ. ശമര്യൻ സെപ്റ്റോജന്റിൽ 100 വർഷത്തെ കൂടുതൽ കാണുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി ഷേത്തിന്റെ അനന്തരഗാമി അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുമ്പോഴത്തെ പ്രായം എബ്രായ പാഠം അനുസരിച്ച് 105 വയസ്സാണ്. അത് ഉൽപ്പത്തി 5:6 കാണുന്നുണ്ട്. അതേസമയം സെപ്റ്റോജന്റിൽ 205 വർഷമാണ് കാണുന്നത്. ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 105 വർഷമാണ് കാണുന്നത്. മൂന്നാമതായി യനോഷിന് 90 വയസ്സായപ്പോഴാണ് അനന്തരഗാമി അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി 5:9. എന്നാൽ സെപ്റ്റോജന്റിൽ 190 വയസ്സായപ്പോൾ എന്നാണ്. ശമര്യൻ ഗ്രന്ഥത്തിലും 90 വയസ്സ് പ്രായത്തിലാണ് അനന്തരഗാമി മക്കൾ ഉണ്ടാകുന്നതെന്ന് കാണുന്നു. അടുത്തതായി കേനാനാണ്. കേനാന് 70 വയസ്സായപ്പോഴാണ് സന്തതി ഉണ്ടാകുന്നതെന്ന് എബ്രായ പാഠത്തിൽ അത് ഉൽപ്പത്തി 5:12 കാണുന്നു. അപ്പോൾ തന്നെ സെപ്റ്റോജന്റിൽ 170 വയസ്സായപ്പോഴായിരുന്നു എന്നാണ് കാണുന്നത്. ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 70 വയസ്സായപ്പോഴാണ് അനന്തരഗാമി ഉണ്ടായതെന്നാണ് കാണുന്നത്. അഞ്ചാമതായി മഹലലേലിന് 65 വയസ്സായപ്പോഴാണ് അനന്തരഗാമി മകൻ ഉണ്ടാകുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി പുസ്തകം 5:15. എന്നാൽ സെപ്റ്റോജന്റിൽ 165 വയസ്സും അതുപോലെ ശമര്യൻ ഗ്രന്ഥത്തിലും 65 വയസ്സാണ് കാണുന്നത്. അടുത്തത് യാരേദാണ്. യാരേദിന് 162 വയസ്സായപ്പോഴാണ് അനന്തരഗാമി ഉണ്ടാകുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി 5:18. എന്നാൽ സെപ്റ്റോജന്റിൽ 162 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അനന്തരഗാമി അല്ലെങ്കിൽ സന്തതി ഉണ്ടാകുന്നതെന്നാണ് കാണുന്നത്. ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 62 വയസ്സാണ് കാണുന്നത്. എബ്രായ പാഠത്തിലും സെപ്റ്റോജന്റിലും 162 വയസ്സെന്ന് കാണുമ്പോൾ നേരെ കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നു. ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 62 വയസ്സിൽ അനന്തരഗാമി എന്നാണ് കാണുന്നത്. അടുത്തത് ഹാനോക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും വീണ്ടും തിരിയുന്നു. ഹാനോക്കിന് 65 വയസ്സായപ്പോഴായിരുന്നു അനന്തരഗാമി തലമുറ ഉണ്ടാകുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 5:21 കാണുന്നു. സെപ്റ്റോജന്റിൽ 165 വയസ്സ്, എബ്രായ പാഠം പോലെ തന്നെ ശമര്യൻ ഗ്രന്ഥത്തിൽ 65 വയസ്സും എന്ന് കാണുന്നു. ലാമേക്കിന്റെ കാര്യം വരുമ്പോൾ വളരെ വിചിത്രമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു 3 ഇടങ്ങളിലും. അവിടെ ലാമേക്കിന്റെ വിഷയത്തിലേക്ക് 9 വരുമ്പോൾ എബ്രായ പാഠം അനുസരിച്ച് 182 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അനന്തരഗാമി ഉണ്ടാകുന്നതെന്ന് ഉൽപ്പത്തി 5:28 കാണുന്നു. എന്നാൽ സെപ്റ്റോജന്റിൽ ഈ 100 വർഷത്തിന് വ്യത്യാസം കാണുന്നില്ല. ഈ 182ന്റെ ഭാഗത്ത് 188 വയസ്സായപ്പോഴായിരുന്നുവെന്നും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ വെറും 53 വയസ്സിൽ അനന്തരഗാമി ഉണ്ടായതായും ആണ് രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. എന്നാൽ 10ാമതായി നോഹയുടെ പ്രായം അല്ലെങ്കിൽ നോഹയുടെ സന്തതി ഉണ്ടാകുമ്പോഴത്തെ പ്രായം 500 വയസ്സ് ആയിരുന്നു എന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി 5:32. അതുപോലെ തന്നെ സെപ്റ്റോജന്റിലും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 500 വർഷമായി തന്നെ ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നോഹയുടെ പ്രായത്തിന്റെ കണക്കുകൾ. അടുത്ത ഒടുവിലായിട്ടുള്ള ഷേമിന്റെ കാലാവധിയും
ഷേമിന്റെ അനന്തര അവകാശി ഉണ്ടാകുന്ന പ്രായവും 100 വയസ്സായിരുന്നുവെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നത് പോലെ തന്നെ ഉൽപ്പത്തി 11:10 സെപ്റ്റുവജിന്റിലും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 100 വയസ്സ് എന്ന് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആകെ വർഷങ്ങൾ കണക്കാക്കുമ്പോൾ 1656 വർഷങ്ങൾ ആണ് എബ്രായ പാഠത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ലഭിക്കുന്ന വർഷങ്ങൾ 1656 വർഷങ്ങളെന്നാണ്. എന്നാൽ അതേസമയം സെപ്റ്റുവജിന്റിലെ കണക്ക് എടുത്ത് പഠിക്കുമ്പോൾ 2242 വർഷങ്ങൾ ആകുന്നു. അതേസമയം തന്നെ ശമര്യൻ പഞ്ചഗ്രന്ഥം പഠിക്കുമ്പോൾ 1307 വർഷമായി അത് ചുരുങ്ങുകയും ചെയ്യും. നാം ബൈബിൾ വ്യാഖ്യാനങ്ങൾ ബൈബിൾ കോളേജുകളിൽ സെമിനാറുകളിൽ ഒക്കെ പഠിക്കുമ്പോൾ ഈ സെപ്റ്റുവജിന്റ് വളരെ പ്രാധാന്യത്തോടെ പഠിക്കുന്ന വിഷയമാണ്. അപ്പൊ ഈ ഒരു വലിയ അന്തരം ആ സൂക്ഷ്മ പഠനത്തിന് വളരെ വിഘാതം സൃഷ്ടിക്കുകയും അത് സങ്കീർണമായിരിക്കുന്നു എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതിന്റെ രംഗത്തേക്ക് വരികയാണ്. അത് ആദ്യമേ ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതിന് കാരണം നാം കർത്താവിന്റെ നാളിലേക്ക് വരികയാണ് പഴയ നിയമത്തിൽ നിന്ന്. ഇനി ഈ പിതാക്കന്മാരുടെ ആദാം മുതൽ നോഹ വരെ ഉണ്ടായിരുന്ന പിതാക്കന്മാരുടെ ഈ അനന്തരഗാമി അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുന്ന അതിന് ശേഷം ഉള്ള ശിഷ്ടായുസ് എത്രയാണെന്ന് നമുക്ക് ഇത് കാണാം. ഈ 3 രേഖകളിലും ആദാമിന്റെ പ്രായം, ആയുസ് അല്ലെങ്കിൽ മക്കൾ ഉണ്ടായതിനു ശേഷം അനന്തരഗാമി ഉണ്ടായതിനു ശേഷമുള്ള ആയുസ് 800 വർഷമായിരുന്നു എന്ന് എബ്രായ പാഠം നൽകുന്നു ഉൽപ്പത്തി 5:4. എന്നാൽ സെപ്റ്റുവജിന്റിൽ 700 വർഷമായി അത് ചുരുക്കിക്കാണുന്നു. ആ ചുരുങ്ങിയ 100 വർഷം അനന്തരഗാമി ഉണ്ടാകുന്ന കാലത്തോട് ഒരു കൂട്ടിയിരിക്കുന്നു. 130 സ്ഥാനത്ത് 230 വന്നിരിക്കുന്നു. ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 800 വർഷമാണ് പിന്നീട് ആദാം ജീവിച്ചിരുന്നതെന്നാണ് ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും കാണുന്നത്. രണ്ടാമത് ഷേത്തിലേക്ക് വരുമ്പോൾ എബ്രായ പാഠമനുസരിച്ച് 807 വർഷം ആയിരുന്നു ഷേത്തിന്റെ പിന്നത്തെ ആയുസ്. മക്കൾ ഉണ്ടായതിനു ശേഷമുണ്ടായ ആയുസ് 807 വർഷമായിരുന്നു എന്ന് ഉൽപ്പത്തി 5:7 കാണുന്നു. അതും പഴയതുപോലെ തന്നെ 100 വർഷത്തിന്റെ ആ ആദ്യം വന്ന കൂടുതൽ വീണ്ടും ആ 100 വർഷം കുറച്ചിട്ട് 707 വർഷമാണ് എന്ന് സെപ്റ്റുവജിന്റിൽ കാണുന്നു. അപ്പം മക്കൾ ഉണ്ടാകുന്ന പ്രായം സെപ്റ്റുവജിന്റിൽ ഈ പിതാക്കന്മാർക്ക് 100 വർഷം കൂട്ടി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ശമര്യൻ ഗ്രന്ഥത്തിലും പഞ്ചഗ്രന്ഥത്തിലും ഷേത്തിന് ശേഷം 807 വർഷം ജീവിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. മൂന്നാമതായി എനോഷിന്റെ പ്രായവും അതുപോലെ തന്നെ എബ്രായ പാഠത്തിൽ 815 വർഷമെന്ന് ഉൽപ്പത്തി 5:10 പഴയതുപോലെ തന്നെ 100 വർഷം കുറച്ച് 715 വർഷമെന്ന് സെപ്റ്റുവജിന്റിലും എബ്രായ പാഠം പോലെ തന്നെ 815 വർഷം എന്ന് ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നാലാമതായി കേനാനാണ്. കേനാൻ അനന്തരഗാമി ഉണ്ടായ ശേഷം, മക്കൾ ഉണ്ടായ ശേഷം 840 വർഷം ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി 5:13 കാണുന്നു. പഴയതുപോലെ തന്നെ 100 വർഷം സെപ്റ്റുവജിന്റിൽ കുറഞ്ഞ് 740 വർഷമെന്നും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ എബ്രായ പാഠം പോലെ തന്നെ 840 വർഷമുണ്ടായി എന്നും കാണുന്നു. അഞ്ചാമതായി മഹലേനിന്റെ ചരിത്രവും അങ്ങനെ തന്നെ 830 സംവത്സരം എന്ന് എബ്രായ പാഠത്തിലും അത് ഉൽപ്പത്തി 5:16 സെപ്റ്റുവജിന്റിൽ 730 വർഷമെന്നും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ എബ്രായ പാഠം പോലെ തന്നെ 830 സംവത്സരം എന്നും കാണുന്നു. ആറാമതായി യാരേദിന്റെ വിഷയം അല്പ വ്യത്യാസം വന്നിരിക്കുന്നു. യാരേദ് തന്റെ ആദ്യജാതന് ശേഷം 800 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠം നൽകുന്നു ഉൽപ്പത്തി 5:19. സെപ്റ്റുവജിന്റിൽ 800 വർഷം നൽകുമ്പോൾ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 785 വർഷമാണ് നൽകിയിരിക്കുന്നത്. ആ കാലക്കണക്ക് വളരെ പൊരുത്തപ്പെടാൻ പ്രയാസമുള്ള ഒരു കണക്കാണ് നൽകിയിരിക്കുന്നത്. 785 വർഷം, 15 വർഷം ഈ മറ്റ് രണ്ട് കണക്കിൽ നിന്ന് കുറവ് നൽകിയിരിക്കുന്നു. ഏഴാമതായി ഹാനോക്കാണ്. ഹാനോക്കിന് തന്റെ അനന്തരഗാമിക്ക് ശേഷം 300 വർഷം ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠം നൽകുമ്പോൾ ഉൽപ്പത്തി 2:22 നൽകുമ്പോൾ 200 വർഷമെന്ന് സെപ്റ്റുവജിന്റ് നൽകുന്നു. എബ്രായ പാഠം പോലെ തന്നെ
300 വർഷം എന്ന് ശമര്യൻ പഞ്ചഗ്രന്ഥവും രേഖപ്പെടുത്തുന്നു. എട്ടാമതായി മെതൂശലഹാണ്. മെതൂശലഹ് 782 വർഷം പിന്നീട് ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠം നമുക്ക് നൽകുന്നു, ഉൽപ്പത്തി 5:26. എന്നാൽ സെപ്റ്റ്വജിന്റിൽ 100 വർഷം കുറയുന്നതിന് പകരം 802 വർഷം പിന്നീട് ജീവിച്ചിരുന്നു എന്നൊരു കണക്കാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 653 വർഷം എന്നൊരു കണക്ക് നൽകുന്നു. അത് മറ്റ് 3 കണക്കുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കണക്കല്ല. എബ്രായ പഞ്ചഗ്രന്ഥത്തിൽ 782 വർഷം നൽകുമ്പോൾ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 653 വർഷമായി അത് ചുരുക്കപ്പെട്ടിരിക്കുന്നു. അതൊക്കെ നാം മുന്നോട്ട് പഠിക്കുമ്പോൾ വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഓർത്തിരിക്കണമെന്ന് ഓർപ്പിക്കുന്നത്. 9-ാമതായി ലാമെക്കാണ്. ലാമെക്കിന് 595 വയസ്സാണ് തന്റെ അനന്തരഗാമിക്ക് ശേഷം ഉണ്ടായിരുന്ന പ്രായമെന്ന് ഉൽപ്പത്തി പുസ്തകം 5:30 എബ്രായ പാഠം നമുക്ക് നൽകുമ്പോൾ 565 എന്ന് സെപ്റ്റ്വജിന്റും 600 വർഷം എന്ന് ശമര്യൻ പഞ്ചഗ്രന്ഥവും വ്യത്യസ്തമായ കണക്ക് നൽകുന്നു. അടുത്തത് നോഹയാണ്. നോഹയ്ക്ക് തന്റെ അനന്തരഗാമി ഉണ്ടായ ശേഷം നോഹ 450 വർഷം ജീവിച്ചിരുന്നുവെന്ന് എബ്രായ പാഠം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 7:6, 9:28 തുടങ്ങിയ 2 വാക്യങ്ങളിലൂടെ നൽകുമ്പോൾ 450 വർഷമെന്ന സെപ്റ്റ്വജിന്റും 450 വർഷമെന്ന ശമര്യൻ പഞ്ചഗ്രന്ഥവും ഒരുപോലെ നോഹയുടെ കാലസംഖ്യ നൽകിയിരിക്കുന്നു. അടുത്തതായി അവസാനമായി ഷേമിന്റെ കണക്കാണ്. ഷേമിന്റെ ശേഷിച്ചുള്ള പ്രായം അല്ലെങ്കിൽ ഷേമിന്റെ സന്തതി ഉണ്ടായ ശേഷമുള്ള ആയുസ് 500 വർഷം വീതമായിരുന്നുവെന്ന് എബ്രായ പാഠവും ശമര്യൻ പഞ്ചഗ്രന്ഥവും സെപ്റ്റ്വജിന്റും ഒരുപോലെ നൽകുന്നു. എബ്രായ പാഠം അതിന്റെ 11-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി 11:11 അത് നമുക്ക് നൽകുന്നു. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അവർക്ക് അനന്തരഗാമി ഉണ്ടായ ശേഷം ഈ പിതാക്കന്മാർ ഇവിടെ ആകെ വയസ്സ് നമുക്ക് നോക്കിയാൽ ആദാമിന് 930 സംവത്സരം എന്ന് എബ്രായ പാഠവും സെപ്റ്റ്വജിന്റ് പാഠവും ശമര്യൻ പഞ്ചഗ്രന്ഥവും ഒരുപോലെ നമുക്ക് മറുപടി തരുന്നു. എബ്രായ പാഠം അതിന്റെ ഉൽപ്പത്തി പുസ്തകം 5:5 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ആകെ വയസ്സ്. രണ്ടാമതായി ഷേത്തിന്റെ പ്രായം 912 വർഷമെന്ന് എബ്രായ പാഠവും സെപ്റ്റ്വജിന്റ് പാഠവും ശമര്യൻ പാഠവും ഒരുപോലെ നമുക്ക് നൽകപ്പെടുന്നു. എബ്രായ പാഠത്തിന്റെ ഭാഗം ഉൽപ്പത്തി പുസ്തകം 5:8 നമുക്ക് ലഭിച്ചിരിക്കുന്നു. മൂന്നാമതായി എനോഷ്. എനോഷിന് 905 വർഷമായിരുന്നു ആയുസ് എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി 5:11 നൽകുന്നു. അതുപോലെ തന്നെ സെപ്റ്റ്വജിന്റും ശമര്യൻ പഞ്ചഗ്രന്ഥവും 905 സംവത്സരം എന്ന് നമുക്ക് തന്നിരിക്കുന്നു, രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. അടുത്തത് കേനാൻ. കേനാനും 910 സംവത്സരം ആയിരുന്നു ആകെ ആയുസ് എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 5:14 നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ സെപ്റ്റ്വജിന്റും ശമര്യൻ പഞ്ചഗ്രന്ഥവും 910 എന്ന ആ സംഖ്യ സ്ഥിരപ്പെടുത്തി നമുക്ക് തരുന്നു. അഞ്ചാമതായി മഹലേൽ. മഹലേൽ 895 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 5:17 അതുപോലെ സെപ്റ്റ്വജിന്റും ശമര്യൻ പഞ്ചഗ്രന്ഥവും ഒരുപോലെ നമുക്ക് നൽകുന്നു. അടുത്തതായി യാരേദാണ്. യാരേദിന്റെ കണക്ക് 962 വർഷം ആയിരുന്നു എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 5:20 അതുപോലെ തന്നെ സെപ്റ്റ്വജിന്റിലും 962 വർഷം ആണ് നമുക്ക് നൽകുന്നത്. എന്നാൽ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ യാരേദിന്റെ പ്രായം 847 സംവത്സരം മാത്രമാണ്. വലിയൊരു അന്തരം ശമര്യൻ പാഠത്തിൽ കാണുന്നു. എന്നാൽ അടുത്ത ഹാനോക്കിലേക്ക് വരുമ്പോൾ ഹാനോക്കിന് 365 സംവത്സരമായിരുന്നു ഹാനോക്കിന്റെ ആകെ ആയുസ് എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 5:23 അതുപോലെ തന്നെ സെപ്റ്റ്വജിന്റും ശമര്യൻ പഞ്ചഗ്രന്ഥവും അങ്ങനെ തന്നെ എബ്രായ പാഠത്തിന്റെ കണക്കനുസരിച്ച് പോലെ തന്നെ 365 സംവത്സരം എന്ന് രേഖപ്പെടുത്തപ്പെട്ട് ലഭിച്ചിരിക്കുന്നു. അടുത്ത മെതൂശലഹൻ. മെതൂശലഹന്റെ പ്രായം ആകെ ആയുസ്
969 സംവത്സരം എന്ന് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 5:27 സെപ്റ്റുജന്റിലും നമുക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ശമര്യൻ പാഠത്തിൽ അല്ലെങ്കിൽ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ മെഥൂശലഹിന്റെ പ്രായം 720 വർഷം മാത്രമാണ്. വലിയ അന്തരം അവിടെയും കാണുന്നു. 9-ാമതായി ലാമെക്കാണ്. ലാമെക്കിന്റെ ആയുസ് 3 ഗ്രന്ഥങ്ങളിലും 3 വ്യത്യസ്ത കാലക്കണക്കുകളാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ലാമെക്കിന്റെ പ്രായം എബ്രായ പാഠം അനുസരിച്ച് 777 വയസ്സാണ്. ഉൽപ്പത്തി പുസ്തകം 5:31. എന്നാൽ സെപ്റ്റുജന്റിൽ 753 വർഷവും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ ആകെ ആയുസ് 653 വർഷവുമാണ്. സെപ്റ്റുജന്റിനേക്കാൾ 100 വർഷം കുറവാണ് നൽകിയിരിക്കുന്നത്. 10-ാമതായി നോഹയാണ്. നോഹയുടെ ആയുസ് 3 ഗ്രന്ഥങ്ങളിലും 950 സംവത്സരമായി തന്നെ രേഖപ്പെടുത്തപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ആകെ ആയുസ് ഉൽപ്പത്തി പുസ്തകം 9:29 എബ്രായ പാഠമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒടുവിലായി ഷേമാണ്. ഷേമിന്റെ ആയുസ് 600 സംവത്സരമായിരുന്നുവെന്ന് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 11 വാക്യങ്ങളിലും അതുപോലെ ശമര്യൻ പഞ്ചഗ്രന്ഥവും സെപ്റ്റുജന്റും ഒരുപോലെ ഷേമിന്റെ പ്രായവും നൽകുന്നു. അങ്ങനെ ഈ കാലക്കണക്കിലും വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ആ കാലക്കണക്കിന്റെ വ്യത്യസ്തത മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം ശേഷം അല്ലെങ്കിൽ പ്രളയത്തിന് ശേഷമുള്ള കാലക്കണക്കിലേക്ക് വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രളയത്തിന് മുൻപ് അല്ലെങ്കിൽ പ്രളയപൂർവ്വ കാലത്ത് മനുഷ്യർക്കുണ്ടായിരുന്ന വർദ്ധിച്ച ദൈർഘ്യം, അവരുടെ ആയുർദൈർഘ്യം വളരെ വലുതായിരുന്നു. 930, 750 വലിയ ദൈർഘ്യം വളരെ കൂടുതലായിരുന്നു. ഈ ആയുർദൈർഘ്യത്തിന് സമാന്തരമായ വിവരണമാണ് സുമേറിയൻ രാജാക്കന്മാരുടെ വിവരണത്തിൽ ഉള്ളത്. സുമേറിയൻ ചരിത്ര പഠിതാവ്, പ്രത്യേകിച്ച് ബൈബിൾ ചരിത്ര പഠിതാവിന് സുമേറിയൻ ചരിത്രമൊക്കെ പഠിച്ചേ പറ്റൂ. ആ സുമേറിയൻ രാജാക്കന്മാരുടെ വിവരണത്തിൽ കാണാൻ കഴിയുന്ന ചില പ്രത്യേകതകളുണ്ട്. സുമേറിയൻ രാജാക്കന്മാരുടെ ആയുഷ്കാലം അവിശ്വസനീയമാണ്, വളരെ വലുതായിരുന്നു. വളരെ നീണ്ട കാലമാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രാചീന സുമേറിയൻ രാജാക്കന്മാരുടെ ഒരു പട്ടിക നമുക്ക് ഓടിച്ചെന്ന് നോക്കിപ്പോകാം. ജലപ്രളയം വരെയുള്ള 8 രാജാക്കന്മാരുടെ കാലം സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2,41,200 വർഷമാണ്. 8 രാജാക്കന്മാരുടെ കാലം. ആ കാലം നമുക്ക് ഓടിച്ചെന്ന് കണ്ടെത്തണം. ഈ പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്ന ആ പട്ടിക പ്രളയം വരെ ഉണ്ടായിരുന്ന ഈ സുമേറിയൻ രാജാക്കന്മാരുടെ പ്രളയം വരെ ഉണ്ടായിരുന്ന ഈ സുമേറിയൻ രാജാക്കന്മാരുടെ 8 പേരുടെ ദൈർഘ്യം നമുക്ക് ഇത് കാണാം. അതിലെ 1-ാമത്തെ രാജാവായിരുന്നു അലൂലീം. അലൂലീം എന്ന രാജാവ് ഭരിച്ചിരുന്ന പട്ടണത്തിന്റെ പേരായിരുന്നു എറിദു. എറിദു എന്ന പട്ടണത്തിലെ രാജാവായിരുന്ന അലൂലീം. അദ്ദേഹത്തിന്റെ ഭരണകാലം 28,800 സംവത്സരമെന്നാണ് സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. 2-ാമതായി അലാൽഗാർ എന്ന രാജാവ്. അലാൽഗാർ, അദ്ദേഹത്തിന്റെ ഭരണം, അദ്ദേഹവും ഈ എറിദു പട്ടണം ഭരിച്ചിരുന്ന രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം 36,000 വർഷമായിട്ടാണ് സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അടുത്ത 3-ാമതായ രാജാവായിരുന്നു എൻമെല്ലു. എൻമെല്ലു എന്ന രാജാവ് ഈ സുമേറിയൻ പട്ടണമായ ഗത്തിബിറ എന്ന പട്ടണം കേന്ദ്രീകരിച്ചായിരുന്നു. എറിദുവിനെ എന്തുകൊണ്ടോ ഒഴിവാക്കിയിട്ട് ഗത്തിബിറ എന്ന പട്ടണം കേന്ദ്രീകരിച്ച് എൻമെല്ലു അന്ന എന്ന രാജാവ് 43,200 വർഷം ഭരിച്ചു എന്നാണ് സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്.
അഞ്ചാമതായിട്ട് വന്നത് ദുമുസി എന്ന ഒരു രാജാവായിരുന്നു. ദുമുസിയും ഈ ബത്തിബറ എന്ന പട്ടണം കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഭരണകാലം 36,000 വർഷമായിരുന്നു അദ്ദേഹത്തിന്റെ. ആറാമത്തെ രാജാവായിരുന്നു എൻസിപ്പാസി അന്ന. എൻസിപ്പാസി അന്ന എന്ന രാജാവ് സുമേറിയയിലെ ലാറ എന്ന പട്ടണം കേന്ദ്രീകരിച്ചായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലം 28,800 വർഷം എന്നാണ് സുമേറിയൻ രാജാക്കന്മാരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഏഴാമത്തെ രാജാവായിരുന്നു എൻമന്ദൂർ അന്ന. എൻമന്ദൂർ അന്ന എന്ന രാജാവ് സുമേറിയയിലെ സിപ്പർ എന്ന പട്ടണം കേന്ദ്രീകരിച്ച് ഭരിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണകാലം 21,000 വർഷമെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എട്ടാമത്തെ ഒടുവിലത്തെ രാജാവ് ആണ് ഉബാർത്തുത്തു. ഉബാർത്തുത്തു എന്ന രാജാവ് സുമേറിയൻ പട്ടണമായ ഷുറുപ്പാഗ് കേന്ദ്രീകരിച്ച് 12,600 വർഷം ഭരിച്ചു. അങ്ങനെ സുമേറിയൻ രാജാക്കന്മാരുടെ പ്രളയത്തിന് മുമ്പുള്ള ഭരണകാലം ആകെ 2,41,200 വർഷങ്ങൾ എന്നാണ് രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന സുമേറിയൻ കാലഗണനയുടെ ഭാഗമായിട്ടുള്ളത്. ഈ പുരാണമായ ഈ കാലനിർണയത്തിന്റെ പിന്നിലുള്ള തത്വം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അവയ്ക്കൊരു ആന്തരികമായ യുക്തിഭദ്രതയുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ശ്രദ്ധിച്ചു നോക്കിയാൽ അത് വ്യക്തമാണ്. കാരണം മുമ്പുള്ള രാജാക്കന്മാരുടെ ഭരണകാലം വളരെ കൂടുതലാണ്. എന്നാൽ താഴോട്ട് വരുംതോറും അവ ക്രമമായി കുറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. അന്ത്യോക്കസ് ഒന്നാമൻ BC 281 മുതൽ 262 വരെ ഭരിച്ചിരുന്ന അന്ത്യോക്കസ് ഒന്നാമന്റെ കീഴിൽ ബാബിലോണിലെ മർദൂക്കിന്റെ പുരോഹിതനായിരുന്ന ബെറോസിന്റെ എഴുത്തുകളിൽ ഈ രാജാക്കന്മാരുടെ പട്ടിക മറ്റൊരു രൂപത്തിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ബൈബിൾ കോളേജുകളിലൊക്കെ അതിന്റെ ലൈബ്രറികളിൽ സുമേറിയൻ ചരിത്രം, ബാബിലോണിയൻ ചരിത്രം, ഈ മർദൂക്കിന്റെ പുരോഹിതനായ ബെറോസിന്റെ എഴുത്തുകൾ ഒക്കെ ലഭ്യമാണ്. അതിൽ കാണുന്ന ആ എഴുത്തുകളിൽ, ബെറോസിന്റെ എഴുത്തുകളിൽ ഈ രാജാക്കന്മാരുടെ നാം മുകളിൽ കണ്ട സുമേറിയൻ രേഖയ്ക്ക് വിരുദ്ധമായി മറ്റ് ഒരു രൂപത്തിൽ ഈ പട്ടിക നമുക്ക് കാണാൻ കഴിയും. ഈ കാണാൻ കഴിയുന്ന കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ 2 രാജാക്കന്മാരെ കൂടുതലായി കൂട്ടിച്ചേർത്തിരിക്കുന്നതായിട്ടും കാണുന്നു. മാത്രമല്ല അവരുടെ വാഴ്ചയുടെ കാലം അത് ഇരട്ടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരിഷ്കരിച്ച സുമേറിയൻ രാജാക്കന്മാരുടെ ആ പട്ടിക അല്ലെങ്കിൽ ബെറോസിന്റെ പട്ടിക നമുക്ക് ഓടിച്ചു ഒന്ന് കണ്ടങ്ങ് പോകാം. ആദ്യത്തെ രാജാവ് അലോറസ് ആണ്. അലോറസിന്റെ ഭരണകാലം 3600 വർഷമാണ്. മർദൂക്കിന്റെ പുരോഹിതനായിരുന്ന ബെറോസിന്റെ എഴുത്താണ്. ഈ ബെറോസിന്റെ പരിഷ്കരിച്ച ആ എഴുത്ത്, സുമേറിയൻ രേഖ, അവർ സുമേറിയൻ രാജാക്കന്മാരുടെ പട്ടികയായി കൊടുത്തിരിക്കുന്ന ആദ്യത്തെ രാജാവ് അലോറസ് ആണ്. അദ്ദേഹത്തിന്റെ ഭരണകാലം 3600 വർഷമാണ്. രണ്ടാമത്തെ രാജാവ് അൽപറോസ് ആണ്. അൽപറോസിന്റെ ഭരണകാലം 10,800 വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമതായി അമലോനാണ്. അമലോന്റെ ഭരണകാലം 46,800 വർഷമാണ്. നാലാമത്തെ രാജാവ് അമ്മോനോനാണ്. അമ്മോനോനിന്റെ ഭരണകാലം 43,200 വർഷമാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ രാജാവായിരുന്നു മെഗലറോസ്. മെഗലറോസിന്റെ ഭരണകാലം 64,800 വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആറാമത്തെ രാജാവ് ദാവോസ് ആണ്. ദാവോസ് അല്ലെങ്കിൽ ദാവനോസ്. അദ്ദേഹത്തിന്റെ ഭരണകാലം 36,000 വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഴാമത്തെ രാജാവായിരുന്നു യൂവോദറോബസ്. യൂവോദറോബസിന്റെ ഭരണകാലം 64,800 വർഷമായിരുന്നു. എട്ടാമത്തെ രാജാവായിരുന്നു അമപ്പിസിനോസ്. അമപ്പിസിനോസിന്റെ ഭരണകാലം 36,000 വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒൻപതാമത്തെ രാജാവായിരുന്നു ഒത്തിയോർത്തസ്. ഒത്തിയാർത്തസിന്റെ ഭരണകാലം 28,800 വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്താമത്തെ രാജാവായിരുന്നു സിസ്ത്രൂസ്. സിസ്ത്രൂസിന്റെ
ഭരണകാലം 64,800 വർഷമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകെ 4,32,000 വർഷം എന്നാണ് മാർദൂക്കിന്റെ പുരോഹിതനായ ബെറോസത്തിന്റെ എഴുത്തുകളിൽ നിന്ന് സുമേറിയൻ രാജാക്കന്മാരുടെ പട്ടിക തയ്യാറാക്കിയതിൽ കാണുന്നത്. ഈ ബെറോസസിന്റെ ആ വിവരണം അനുസരിച്ച് പ്രളയമുണ്ടായപ്പോഴത്തെ ഭരണകർത്താവ് ക്രിസ്തുസ് ആയിരുന്നു. ഈ ക്രിസ്തുസ് പേര്, ഈ ക്രിസ്തുസ് ചരിത്രത്തിൽ ഈ പേരുകളൊക്കെ ഗ്രീക്ക് രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അമലോനും അമ്മനോനും തമ്മിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചതുപോലെയും നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അവയൊക്കെ ജന്മന്നോ അന്നയുടെ ഒരു പക്ഷേ അതിന്റെ ഒരു പ്രാകൃത രൂപം ആകാനുള്ള സാധ്യതയുണ്ട്. ബെറോസസ് നൽകുന്ന 10 രാജാക്കന്മാർക്ക് ഉൽപ്പത്തിയിലെ ഗോത്രപിതാക്കന്മാരുമായി ബന്ധമുണ്ട് എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സുമേറിയൻ ഗ്രന്ഥത്തിൽ. പക്ഷേ അതെന്താണെന്ന് വ്യക്തമാക്കുവാൻ നമുക്ക് എളുപ്പമാണ്, സാധ്യമല്ല. ഇത് രണ്ടും മെസപ്പൊട്ടാമിയയിലെ ഓരോ പ്രദേശത്തെയും ഒരേ കാലയളവിനെയും അത് ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. പഴയ നിയമ കാലഗണനയ്ക്ക് മുകളിൽ കൊടുത്ത പറഞ്ഞ അല്ലെങ്കിൽ മുകളിൽ നാം എടുത്ത് പഠിച്ച ഈ പട്ടിക ഒരു പ്രായോഗിക പരിഹാരവും നമുക്ക് നൽകുന്നില്ല. എന്നാൽ തുടർന്നുള്ള നമ്മുടെ പഠനത്തിന് അത് അത്യന്തം സഹായകരമായി തീരുകയും ചെയ്യും. കാരണം ജലപ്രളയം മുതൽ നാം ഈ കണ്ടത് 3 ചരിത്ര രേഖകളിലും ജലപ്രളയം വരെയുള്ള കാലത്തിന്റെ വ്യത്യസ്ത ചരിത്ര രേഖകളാണ് നാം നോക്കിയത്. ഇത് ജലപ്രളയം മുതൽ അബ്രഹാം വരെയുള്ള ഒരു കണക്കിലേക്ക് നാം പോയാൽ ഈ കാലഗണന നമുക്ക് നടത്തുന്നതിന് നമുക്ക് അവലംബമായിട്ട് എബ്രായ ഗ്രീക്ക് പാഠങ്ങളും ശമരിൻ പഞ്ചഗ്രന്ഥവും അതിലെ വംശാവലിയുമാണ്. അബ്രഹാം ജനിക്കുമ്പോൾ തേരഹിന്റെ വയസ്സ് 70 എന്നാണ് കണക്കാക്കുന്നതെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 11:26 മുഖാന്തരം പ്രളയം മുതൽ അബ്രഹാം വരെയുള്ള കാലയളവ് മസറട്ടിക് പാഠത്തിൽ 292 വർഷവും ശമരിയൻ പഞ്ചഗ്രന്ഥത്തിൽ 942 വർഷവും സെപ്റ്റുവജിന്റിൽ 1072 വർഷവുമാണ്. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാം ജനിക്കുമ്പോൾ തേരഹിന്റെ വയസ്സ് 70 എന്ന് കണക്കാക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 11:26 അനുസരിച്ച് പ്രളയം മുതൽ അബ്രഹാം വരെയുള്ള കാലക്കണക്ക് എബ്രായ പാഠം അനുസരിച്ച് അല്ലെങ്കിൽ മസറട്ടിക് പാഠം അനുസരിച്ച് 292 വർഷവും ശമരിയൻ ഗ്രന്ഥം അനുസരിച്ച് 942 വർഷവും സെപ്റ്റുവജിന്റ് അനുസരിച്ച് 1072 വർഷവുമാണ്. ഉൽപ്പത്തി പുസ്തകം 11:32, 12:4, അപ്പോസ്തല പ്രവൃത്തി 7:4 ഈ 3 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അബ്രഹാം ജനിക്കുമ്പോൾ തേരഹിന്റെ വയസ്സ് 130 കണക്കാക്കിയാൽ പ്രളയം മുതൽ അബ്രഹാം വരെയുള്ള കാലം എബ്രായ പാഠം അനുസരിച്ച് 352 വർഷം വരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 11:32, 12:4, അപ്പോസ്തല പ്രവൃത്തി 7:4 ഈ 3 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അബ്രഹാം ജനിക്കുമ്പോഴത്തെ തേരഹിന്റെ വയസ്സ് 130 കണക്കാക്കാൻ കഴിയുന്ന കണക്കാക്കിയാൽ പ്രളയം മുതൽ അബ്രഹാം വരെയുള്ള കാലം എബ്രായ പാഠം അനുസരിച്ച് 352 വർഷവും ഗ്രീക്ക് പാഠം അനുസരിച്ച് 1132 വർഷവും ആയിട്ട് കാണുന്നു. വലിയ അന്തരം നമുക്ക് കാണുവാൻ കഴിയുന്നു, വലിയൊരു അന്തരം. ഇതാണ് പറഞ്ഞത്, വലിയ വിടവുകൾ കാലഗണനയിൽ ലഭിച്ചിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് വളരെ സങ്കീർണമായിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ കാലയളവിനെ സംബന്ധിച്ചിടത്തോളം എബ്രായ പാഠം മറ്റു 2 പാഠങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. എബ്രായ രേഖ മറ്റ് 2 രേഖയിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി വലിയ അന്തരത്തിൽ നിൽക്കുകയാണ്. കാര്യം എബ്രായ രേഖയിൽ അബ്രഹാമിന്റെ വരെയുള്ള കാലം പ്രളയം മുതൽ വെറും 352 വർഷമായിരിക്കുമ്പോൾ ഗ്രീക്ക് പാഠത്തിൽ 1132 വർഷമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. വലിയ അന്തരം ആ ഭാഗത്തൊക്കെ കാണുകയാണ്. ഈ കാലയളവിനെ സംബന്ധിച്ചിടത്തോളം എബ്രായ പാഠം വളരെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അർപ്പക്ഷാദ്, ശാലഹ്, ഏബർ, അതുപോലെ പേലഗ്, യെരു,
ശെരൂഗും. ഈ പറയപ്പെട്ട ആറ് പേർക്ക് അർപ്പക്ഷാദ്, ശാലഹ്, ഏബർ, പേലഗ്, രയു, ശെരൂഗ് എന്നിവർക്ക് എബ്രായ പാഠത്തെക്കാൾ 100 വയസ്സ് വീതം കൂടുതലാണ് മറ്റ് രണ്ട് രേഖകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമിന്റെ വല്യപ്പനായ നാഹോരിന്റെ ആയുഷ്കാലം എബ്രായ പാഠത്തെക്കാൾ 50 വയസ്സ് കൂടുതലാണ് ശമര്യൻ പാഠത്തിൽ കാണുന്നത്. ഇവരുടെ ആയുഷ്കാലം നമുക്കൊന്ന് കാണാം. ഈ പ്രളയത്തിന് ശേഷം അബ്രഹാം വരെയുള്ള പിതാക്കന്മാരുടെ അവർക്ക് മക്കൾ ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന, അനന്തരകാമം ജനിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രായം നമുക്കൊന്ന് കാണാം. അർപ്പക്ഷാദിന് 35 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് തനിക്കൊരു മകൻ ജനിക്കുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി പുസ്തകം 11:12. എന്നാൽ സെപ്റ്റുജിന്റിൽ 135 വർഷമെന്നും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 135 വർഷവുമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായ പാഠത്തിന്റെ തർജ്ജമയായിട്ട് കൂടി 100 വർഷത്തിന്റെ വ്യത്യാസം ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും കാണുന്നു. രണ്ടാമതായി പക്ഷെ അതിന്റെ മകനായ കൈനാന് 130 വയസ്സെന്നാണ് സെപ്റ്റുജിന്റിൽ. കൈനാന്റെ പ്രായം മറ്റ് രണ്ട് രേഖയിലും കാണുന്നേയില്ല. കൈനാന്റെ കാര്യം എബ്രായ പാഠത്തിലും കാണുന്നില്ല, ശമര്യ പാഠത്തിലും കാണുന്നില്ല. എന്നാൽ ഈ കൈനാനെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ വംശാവലി പട്ടികയിൽ ഈ കൈനാൻ കാണുന്നുമുണ്ട്. മൂന്നാമതായി ശാലഹാണ്. ആ കൈനാനിലേക്കൊക്കെ നമ്മുടെ പഠനത്തിൽ വരും. മൂന്നാമതായി ശാലഹാണ്. അർപ്പക്ഷാദിന്റെ മകനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും ഇടയ്ക്ക് ഒരു കൈനാനുണ്ട്. ഈ കൈനാൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ കൈനാന്റെ മകനായ ശാലഹിന് 30 വയസ്സായപ്പോഴാണ് ഒരു പുത്രൻ ജനിക്കുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി പുസ്തകം 11:14. അതുപോലെ തന്നെ സെപ്റ്റുജിന്റിലും എബ്രായ പഞ്ചഗ്രന്ഥത്തിലും 130 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ശാലഹിന് അനന്തരകാമി ഉണ്ടാകുന്നതെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാലാമതായി ഏബറാണ്. ഏബറിന് 34 വയസ്സ് പ്രായമുള്ളപ്പോഴെന്ന് എബ്രായ പാഠത്തിൽ നൽകിയിരിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 11:16. എന്നാൽ സെപ്റ്റുജിന്റിലും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും 134 വയസ്സെന്നാണ് കാണുന്നത്. 100 വർഷം വീതം കൂടുതലാണ്. അടുത്തത് ഏബറിന്റെ മകനായ പേലഗാണ്. പേലഗിന്റെ വയസ്സ് 30 വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നാണ് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകത്തിന്റെ അതിന്റെ 11:20. എന്നാൽ 130 വയസ്സെന്നാണ് സെപ്റ്റുജിന്റിലും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും കാണുന്നത്. അടുത്തത് രയുവാണ്. രയുവിന് 32 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് മകൻ ജനിക്കുന്നതെന്ന് എബ്രായ പാഠത്തിൽ ഉൽപ്പത്തി പുസ്തകം 11:20 നൽകുമ്പോൾ 132 വയസ്സെന്നാണ് സെപ്റ്റുജിന്റിലും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും കാണുന്നത്. ഏഴാമതാണ് ശെരൂഗ്. ശെരൂഗിന് 30 വയസ്സ് പ്രായമുള്ളപ്പോൾ മകൻ ജനിച്ചുവെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി 11:22. അതുപോലെ തന്നെ അത് സെപ്റ്റുജിന്റിലും ശമര്യൻ ഗ്രന്ഥത്തിലും 130 വയസ്സെന്നാണ് കാണുന്നത്. അടുത്തതാണ് നാഹോർ. നാഹോറിന്റെ ചരിത്രം അല്പം വ്യത്യസ്തത്തിൽ കാണുന്നത്. നാഹോറിന് 29 വയസ്സായപ്പോഴാണ് മകൻ ജനിക്കുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി പുസ്തകം 11:24. എന്നാൽ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിലും സെപ്റ്റുജിന്റിലും 79 വയസ്സെന്നാണ്, 50 വയസ്സ് കൂടെ കൂടുതലാണ് പറഞ്ഞിരുന്നത്. 79 വയസ്സിൽ ആണ് അനന്തരഗാമി ഉണ്ടാകുന്നത്. തേരഹിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തേരഹിന് 70 വയസ്സായപ്പോഴാണ് മകൻ ജനിക്കുന്നതെന്ന് എബ്രായ പാഠത്തിൽ കാണുന്നു, ഉൽപ്പത്തി 11:22. സെപ്റ്റുജിന്റിലും ശമര്യൻ ഗ്രന്ഥത്തിലും ഈ 70 തന്നെയാണ് തേരഹിന്റെ പ്രായം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അനന്തരഗാമി ഉണ്ടായതിനു ശേഷം ശിഷ്ടായുസ് എത്ര വർഷം ജീവിച്ചിരുന്നുവെന്നാണ് ഈ 3 രേഖകളും രേഖപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി അർപ്പക്ഷാദ് 430 സംവത്സരം ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠത്തിലും സെപ്റ്റുജിന്റിലും തരുന്നു. എബ്രായ പാഠത്തിൽ അത് ഉൽപ്പത്തി പുസ്തകം 11:13 കാണുന്നു. ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 303 വർഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത് കൈനാനാണ്. കൈനാൻ 330 വർഷം ജീവിച്ചിരുന്നുവെന്ന് സെപ്റ്റുജിന്റിൽ നൽകിയിരിക്കുന്നു. മറ്റ് 2 ഗ്രന്ഥങ്ങളും കൈനാനെ വിട്ടുകളഞ്ഞിരിക്കുന്നു. മൂന്നാമതായി ശാലഹാണ്.
ശാലഹ് 403 സംവത്സരം ജീവിച്ചിരുന്നുവെന്ന് എബ്രായ പാഠത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11:15 നൽകുന്നു. 330 വർഷം എന്ന് സെപ്റ്റോജന്റിലും 403 സംവത്സരം എന്ന് ശമര്യ പഞ്ചഗ്രന്ഥത്തിലും അത് ആ വർഷത്തിന്റെ കണക്ക് ഒന്ന് മാറ്റി തന്നിരിക്കുന്നു. അടുത്തത് ഏബറാണ്. ഏബര് 430 സംവത്സരം ജീവിച്ചിരുന്നുവെന്ന് എബ്രായ പാഠം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11:17 നൽകുമ്പോൾ 370 സംവത്സരം എന്ന സെപ്റ്റോജന്റും 270 സംവത്സരം എന്ന ശമരിയൻ ഗ്രന്ഥവും നമുക്ക് നൽകുന്നു. അഞ്ചാമതായി പേലകാണ്. പേലഗ് 209 വർഷം ആയിരുന്നു ആയുസെന്ന് എബ്രായ പാഠം നൽകുന്നു ഉൽപ്പത്തി പുസ്തകം 11:19. എന്നാൽ 209 സെപ്റ്റോജന്റും 109 എന്ന ശമര്യൻ പഞ്ചഗ്രന്ഥവും നമുക്ക് നൽകുന്നു. അടുത്തത് രയുവാണ്. രയു 207 സംവത്സരം ജീവിച്ചിരുന്നുവെന്ന് എബ്രായ പാഠവും സെപ്റ്റോജന്റും നൽകുന്നു. എബ്രായ പാഠത്തിൽ ഉൽപ്പത്തി പുസ്തകം 11:21 രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 107 വർഷമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി ശരൂഗാണ്. ശരൂഗ് 200 വർഷം ജീവിച്ചിരുന്നു എന്ന്, പുത്രനുണ്ടായ ശേഷം ജീവിച്ചിരുന്നു എന്ന് എബ്രായ പാഠവും സെപ്റ്റോജന്റും നമുക്ക് നൽകുന്നു. എബ്രായ പാഠത്തിൽ അത് ഉൽപ്പത്തി പുസ്തകം 11:23 നൽകുന്നു. എന്നാൽ ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 100 വർഷമായി അത് ചുരുക്കിയിരിക്കുന്നു. അടുത്തത് നാഹോരാണ്. നാഹോര് 119 സംവത്സരം പുത്രനുണ്ടായ ശേഷം ജീവിച്ചിരുന്നുവെന്ന് എബ്രായ പാഠം നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11:25 നൽകുന്നു. 129 എന്ന സെപ്റ്റോജന്റും 69 എന്ന ശമര്യൻ പഞ്ചഗ്രന്ഥവും 3 കണക്കുകൾ നമ്മുടെ മുൻപിൽ വെക്കുകയാണ്. അടുത്തതാണ് തേരഹ്. തേരഹ് 135 വർഷമാണ് പിന്നീട് ജീവിച്ചിരുന്നത്. അതിന്റെ ശിഷ്ടായുസ് എന്ന എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 11:26-32 വാക്യത്തിലൂടെ നൽകുമ്പോൾ 75 സംവത്സരം എന്ന് ശമര്യൻ പഞ്ചഗ്രന്ഥം നമുക്ക് നൽകുന്നു. സെപ്റ്റോജന്റിൽ തന്റെ ശിഷ്ടായുസിനെ കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഈ പിതാക്കന്മാരുടെ ആകെ വയസ്സ് അർപ്പക്ഷാദിന് 438 വയസ്സെന്ന എബ്രായ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 11:12-13 വാക്യത്തിലൂടെയും സെപ്റ്റജന്റിൽ 565 വർഷമെന്നും ശമര്യൻ പഞ്ചഗ്രന്ഥത്തിൽ 438 സംവത്സരമെന്നും രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. കൈനാന്റെ കണക്ക് ലഭ്യമല്ല, കാരണം ഈ 3 ഭാഗത്തും അതിന്റെ കണക്കുകൾ കാണുന്നില്ല. അത് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വംശാവലി പട്ടികയിലാണ് എബ്രായ പാഠമായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ശാലഹാണ് അടുത്തത്. ശാലഹ് 433 സംവത്സരമാണ് ആകെ ജീവിച്ചിരുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകം 11:14-15 എബ്രായ പാഠവും 533 സംവത്സരമെന്ന് സെപ്റ്റജന്റും 433 സംവത്സരമെന്ന് ശമര്യൻ പഞ്ചഗ്രന്ഥവും നമുക്ക് നൽകുന്നു. അടുത്തത് ഏബരാണ്. ഏബര് 464 സംവത്സരമെന്ന് എബ്രായ പാഠം നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 11:16-17 വാക്യത്തിലൂടെ. എന്നാൽ സെപ്റ്റജന്റിൽ 504 വർഷമെന്നും 674 വർഷമെന്ന് ശമര്യൻ ഗ്രന്ഥവും മറ്റൊരു കണക്ക് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അടുത്തത് പേലഗാണ്. പേലഗ് 239 സംവത്സരം എന്നാണ് ശമര്യൻ പഞ്ചഗ്രന്ഥവും എബ്രായ പാഠവും നമുക്ക് ഉൽപ്പത്തി പുസ്തകം 11:18-19 വാക്യത്തിലൂടെ തരുന്നത്. അടുത്ത രയുവാണ്. രയുവിന്റെ ആയുസ് ആകെ 239 സംവത്സരമെന്നാണ് എബ്രായ പാഠം നമുക്ക് നൽകുന്നത്. ഉൽപ്പത്തി പുസ്തകം 11:20-21 വാക്യത്തിലൂടെ. അതേ കണക്ക് തന്നെയാണ് ശമര്യൻ പഞ്ചഗ്രന്ഥവും നമുക്ക് നൽകുന്നത്. എന്നാൽ സെപ്റ്റജന്റിൽ 339 സംവത്സരമാണ്. അടുത്തത് നാഹോരാണ്. നാഹോര് 148 സംവത്സരം ജീവിച്ചിരുന്നു എന്നാണ് എബ്രായ പാഠം ഉൽപ്പത്തി പുസ്തകം 11:24-25 വാക്യത്തിലൂടെയും ശമര്യൻ പഞ്ചഗ്രന്ഥവും നമുക്ക് നൽകുന്നത്. എന്നാൽ സെപ്റ്റജന്റിൽ 208 വർഷമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായി തേരഹാണ്. തേരഹിന് 205 വർഷമായിരുന്നു ആയുസ് എന്ന് എബ്രായ പാഠം നമുക്ക് നൽകുന്നു. ഉൽപ്പത്തി പുസ്തകം 11:32 ശമര്യൻ പഞ്ചഗ്രന്ഥം 145 വയസ്സ് ആയിരുന്നു ആകെ ആയുസ് എന്ന് നൽകുന്നു. അതിന്റെ സെപ്റ്റജന്റിൽ രേഖകൾ ഇല്ലതാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലക്കണക്കുകളും പിതാക്കന്മാരുടെ കണക്കുകൾ അബ്രഹാം വരെ ഉള്ളത് നമുക്ക്
കാണുവാൻ കഴിഞ്ഞു. ഈ കാലക്കണക്കുകൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞ് പോയത് കൊണ്ട് അത് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അത് നോട്ട് ചെയ്ത് വെക്കണമേ എന്ന് പറഞ്ഞത്. കാരണം ഈ കാലക്കണക്കുകൾ നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത്യധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് വിശദമായി ഈ കാലസംഖ്യയുടെ കണക്കിൽ വിശദമായി ഈ ആമുഖമായി ഈ കാലസംഖ്യ ക്രോണോളജിയുടെ ആമുഖമായി വിശദമായി പിതാക്കന്മാരുടെ പേരുകൾ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞ് ഈ 3 രേഖകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ എടുത്തെടുത്ത് നാം ഒന്ന് കാണാൻ ശ്രമിച്ചത്. വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഇതിന്റെ വ്യത്യാസങ്ങൾ വളരെ വളരെ മുഴച്ചു നിൽക്കത്തക്കവണ്ണം നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ മുന്നിൽ തീർന്നിരിക്കുന്നു. ബാക്കി ഉള്ള ഭാഗം അടുത്ത ക്ലാസ്സിൽ അടുത്ത ചൊവ്വാഴ്ച നാം തുടർന്ന് പഠിക്കുന്നതായിരിക്കും. വളരെ വളരെ താല്പര്യത്തോടെ, വളരെ പഠിക്കാനുള്ള ആഗ്രഹത്തോടെ നാം അടുത്ത ക്ലാസ്സിലേക്ക് ഒരുമിച്ച് കടന്നു വരാം എന്ന് ആശിക്കുന്നു. അബ്രഹാം മുതൽ മോശ വരെയുള്ള കണക്കിലേക്കും അതിനുശേഷം നാം മുന്നോട്ട് വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും മുന്നോട്ട് നമ്മൾ പോയി അങ്ങനെ ആ കനാൻ ആക്രമം മുതൽ രാജവാഴ്ച വരെയുള്ള കാലം, രാജവാഴ്ച മുതൽ മുന്നോട്ടുള്ള പ്രയാണം, അതൊക്കെ നാം വിശദമായി പഠിക്കാൻ പോകുകയാണ്. ശ്രദ്ധ വളരെ അധികമായി ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നിങ്ങൾ വളരെ ആധികാരികമായി ചരിത്ര രേഖകൾ പഠിച്ച് വളരുവാൻ, ക്രിസ്തുവിൽ വളരുവാൻ, സുവിശേഷ ഘോഷണത്തിൽ വ്യക്തിപരമായ സുവിശേഷ പങ്കുവയ്ക്കലിൽ പലപ്പോഴും നമുക്ക് പല ചോദ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും. അപ്പോഴൊക്കെ ഈ ചരിത്ര വസ്തുതകൾ നാം വ്യക്തമായി ധരിച്ചിരുന്നാൽ നമുക്കത് വളരെയേറെ പ്രയോജനം ചെയ്യുകയും തക്ക സമയത്ത് തക്ക മറുപടി കൊടുത്ത് പലപ്പോഴും സുവിശേഷകരായ പലരും ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അപഹാസ്യരായി തീരുന്ന അനുഭവങ്ങൾ ധാരാളം നാം പലപ്പോഴും സാക്ഷ്യത്തിലൂടെ കേൾക്കാറുണ്ട്, പലരും പറയാറുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടെ നമ്മാൽ കഴിയുന്നിടത്തോളം പഠിച്ച് മുന്നോട്ട് പോകാമെന്ന് ഒരുമിച്ച് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും തന്റെ പരിജ്ഞാനത്തിന് തികവിനാൽ നിറച്ച് തന്റെ വേല ചെയ്യിച്ച് വേല തികച്ച് ഓട്ടമോടി ബിരുദ പ്രാപിപ്പാൻ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തില് കർത്താവിന്റെ വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് നീയും ശക്തമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾക്ക് വചന പഠനത്തിന് നേതൃത്വം കൊടുക്കുവാൻ കർത്താവിനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശുശ്രൂഷകൾക്ക് ആശീർവാദം പറയുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ സ്വർഗത്തിലെ രാജാവേ, കർത്താവേ, ദൈവം വീണ്ടും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായിരിക്കുന്ന പ്രിയ പിതാവേ, കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ ദൈവമേ വചന പഠന ക്ലാസ്സുകളെ ദൈവം അനുഗ്രഹിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസനെ നീ ദൈവകരങ്ങളെടുത്ത് ഉപയോഗിച്ചുള്ള കർത്താവെ, അപ്പൊ ആ വചനത്തിൻ്റെതായിരിക്കുന്ന ഹല്ലേലൂയ പഠനം ദൈവമേ വളരെ അനുഗ്രഹമായ നിലവാരത്തിൽ ചെയ്തെടുക്കുവാൻ കർത്താവിന്റെ അഭിഷേകത്തെ നീ ഒരുക്കിയതിന്റെ വലിയ കൃപകൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അപ്പച്ച അബ്രഹാം മുതലുള്ളതായിരിക്കുന്ന ദേവദാസന്മാരുടേതായിരിക്കുന്ന ഹല്ലേലൂയ ആയുസ്സിന്റെ കണക്കുകളെ എല്ലാം കർത്താവ് ഈ ദിവസങ്ങളിൽ കൃത്യമായി അവതരിപ്പിച്ച് പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ നീ ഉപയോഗിച്ചല്ലോ. നിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം കൃത്യമായി ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുവാനും അത് കർത്താവിന് വേണ്ടി ഏറ്റവും നന്നായി പ്രയോജനപ്പെടുവാനും അതേ കർത്താവ് സുവിശേഷ വേലയിൽ കർത്താവെ ദൈവമേ പല ചോദ്യങ്ങൾ
ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു പോകാതെ കൃത്യമായിരിക്കുന്ന മറുപടികൾ പറയുവാനുമുള്ള ദൈവകൃപ വചന പഠനത്തിൽ കൂടെ നൽകി തരുന്നതിന്റെ വലിയ കൃപകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോടൊപ്പമായി പഠനത്തിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ ഹാലുളിയെ ഞങ്ങളുടെ അഭിഷിക്തന്മാരെ ഓർത്ത് പഠിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പിതാവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവിന്റെ വലിയ ദാസൻ സുരേഷ് പാഷ ഒരിക്കൽ കൂടെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയുമായി ചേർന്ന് അതിശക്തമായിരിക്കുന്ന വചന പഠനത്തിന് നേതൃത്വം കൊടുക്കുന്ന അഭിഷിക്കിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. അദ്ദേഹത്തെ കുടുംബമായിട്ട് മാനിച്ചാട്ടെ. അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ചർച്ച് മിനിസ്ട്രിയും അന്നേ കർത്താവ് മാത്രമല്ല ബൈബിൾ ക്ലാസിന്റെ പഠനങ്ങളും എല്ലാം വളരെ അനുഗ്രഹമായ നിലവാരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായിരിക്കുന്ന യേശുവപ്പച്ചന്റെ കൃപ കർത്താവിന്റെ ദാസനോട് കൂടിയിരുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഞങ്ങളുടെ മിനിസ്ട്രിയും ദൈവം അനുഗ്രഹിച്ചാട്ടെ. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, പരിപാലിക്കണം, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അടുത്ത വചന പഠന ക്ലാസ് സംഗമിക്കുവരെയും അങ്ങയുടെ പരിശുദ്ധമായിരിക്കുന്ന ചെറിയ കിഴി ഞങ്ങളെ അവിടെ ഇവിടങ്ങളായി സുരക്ഷിതമായി പരിപാലിക്കണം, വഴി നടത്തണം, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കട്ടിരിക്കുക സ്തോത്രം പറയുന്നു യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടെ കാണാം. കർത്താവ് നമ്മളെ ആമേൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം, സ്തോത്രം. താങ്ക് യു. പാസ്റ്റർ, സ്തോത്രം. ഓക്കെ.